അൽ വഹദത്തുൽ ഹാദിയ അഷർ, പാഠം 11. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു. ആ വരുന്നതാരാണ്? എല്ലാവരും അങ്ങോട്ട് നോക്കി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരാ വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നുൽ ഖത്താബ് എന്ന് വെച്ചാൽ ഖത്താബിൻ്റെ മകൻ ഉമർ. അകത്തേക്ക് വരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അകത്തേക്ക് വരട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിനയത്തോടെ നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിനയത്തോടെ നിന്നു. ഉച്ചത്തിൽ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ ഉച്ചത്തിൽ പറഞ്ഞത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇനി അതിൻ്റെ അർത്ഥമാണ് താഴെ പറയുന്നത്. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. ഇത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥമാണ്. ഇനി വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹിൻ്റെ അർത്ഥം എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ എല്ലാവരും തക്ബീർ ചൊല്ലി. അതായത് ഇപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ്. അപ്പോൾ ഇസ്ലാമിലേക്ക് മുസ്ലിം അല്ലാത്ത ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ എന്ത് വേണം? ഈ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നും പറയണം. അത് അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് വ്യക്തമാക്കി പറഞ്ഞാലാണ് മുസ്ലിമാകുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇസ്ലാം കാര്യം 5ആണ്. അതിൽ 5 അറിയൽ ഫർളാണ്. കലിമ ഷഹാദത്ത് ഒന്നാന്ന് പറഞ്ഞില്ലേ? കലിമത്ത് ഷഹാദത്ത് ഇസ്ലാം കാര്യത്തിലെ ഒന്നാമത്തേതാണ് ഈ പറഞ്ഞ. കലിമ ഷഹാദത്ത് തന്നെ 2 ഉണ്ട്. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന ഒന്നും വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നത് 2ാമത്തത്. അപ്പോൾ ഈ രണ്ടും കൂടി ഒന്നായിട്ടെണ്ണം. ഏതിൽ? ഇസ്ലാം കാര്യത്തിൽ. നമ്മൾ കലിമ ഷഹാദത്ത് ഒന്നല്ലേ എന്ന് പറഞ്ഞ് പാട്ട് പഠിച്ചല്ലോ. ആ കലിമ ഷഹാദത്താണ് ഇത് രണ്ടും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതും. അപ്പോൾ ഇതെല്ലാവരും മനസ്സിലാക്കി വെക്കുക. എല്ലാ കുട്ടികളും എന്ത് ചെയ്യുക? മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്.